ഞാൻ എന്തെങ്കിലും പറയുമ്പോ ഭാര്യയും ഭർത്താവും കൂടി എന്റെ നാവടക്കാൻ പറയും. ഇവള് നാട്ടിൽ നടന്നുണ്ടാക്കുന്ന കാര്യങ്ങളുടെ ബാക്കി തന്നെയാ ഈ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ. ഇന്ന് ഇവളെ പിടിക്കാൻ വന്നു, നാളെ ഈ കുടുംബത്തിലുള്ളവരെ കൊല്ലാൻ വരില്ല എന്ന് നിശ്ചയമുണ്ടോ? ഈ നാശം പിടിച്ചവള് കാരണം എന്നെങ്കിലും ഈ കുടുംബത്തിന് സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ ദേവ? മുത്തശ്ശി എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? രാധിക ഒരു അനാഥ കുട്ടി ആയതുകൊണ്ടാണോ? നിങ്ങളെയൊക്കെ ആ കുട്ടി എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത്രയും വേണ്ട, അതിലൊരു അല്പമെങ്കിലും തിരിച്ചു കൊടുത്തൂടെ? ഇവളെ എന്റെ സ്വന്തം അനുജത്തിയെ പോലെ നോക്കിക്കൊള്ളാമെന്ന് അങ്ങയോട് ഞാനൊരു വാക്ക് പറഞ്ഞു. അതിപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അനുജത്തിയായിട്ടല്ല, എന്റെ മോളായിട്ട് കണ്ട് ഞാൻ അവളെ നോക്കിക്കോളാം. രാധിക ഈ കുടുംബത്തിനൊരു ബാധ്യതയാണെങ്കിൽ അവളെ എനിക്ക് തന്നേക്ക്. അവക്ക് വേണ്ടതെല്ലാം കൊടുത്ത് ഞാൻ എന്റെ കൂടെ നിർത്തിക്കോളാം. അയ്യോ മാം, അങ്ങനെയൊന്നും പറയല്ലേ. അച്ഛനമ്മയും വിട്ട് എനിക്ക് ഒരിടത്തേക്കും വരാൻ പറ്റില്ല. കേട്ടില്ലേ? ഇതാണ് അവളുടെ മനസ്സ്. രാധിക 1-2 വട്ടം ലൊക്കേഷനിൽ വന്നിരുന്നു. അവിടെ എല്ലാവരും ഇവളെക്കുറിച്ച് തിരക്കി. രാധിക അഭിനയിക്കാൻ തയ്യാറാണെങ്കിൽ നല്ലൊരു വേഷം വരെ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പൊ അതില്ലാത്ത കുഴപ്പമേ ഉള്ളൂ. എന്താടി, കൂടെ നടന്ന് നീ പറയിപ്പിക്കുന്നതാണോ ഇതൊക്കെ? കുടുംബത്തിനെ നാണം കെടുത്തോ നീ? അമ്മയൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ചെയ്ത ഉപകാരത്തിനൊക്കെ വളരെ നന്ദിയുണ്ട്. രാധിക മോളെ കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഞങ്ങളുടെ ഒരു രീതി വെച്ചിട്ട് മോളെ സിനിമയിലേക്കൊന്നും പറഞ്ഞയക്കാൻ പറ്റില്ല. എന്റെ ഇളയ മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് നിർബന്ധിച്ച് ഞങ്ങൾ തന്നെയാ അവൾ അതിൽ നിന്ന് മാറ്റി നിർത്തിയത്. അയ്യോ, നിങ്ങളുടെ തൊഴിൽ മോശമായതുകൊണ്ടല്ല കേട്ടോ, അത് ഞങ്ങളുടെ രീതികൾക്ക് പറ്റാത്തതുകൊണ്ടാ. തിരുമേനി, രാധികയെ ഇവിടുന്ന് പിടിച്ചുകൊണ്ടുപോയത് തീർത്തും നിസ്സാരക്കാരല്ല. അവരിനിയും ഇതുപോലുള്ള ശ്രമങ്ങൾ നടത്തും. അതുകൊണ്ട് ഒരു പ്രത്യേക ശ്രദ്ധ വേണം. ആരാ? കുറെ നേരം കൊണ്ട് വിളിക്കുന്നതാ. രാത്രി ആയാലെങ്കിലും നിർത്തിക്കൂടെ? കട്ട് ചെയ്തേക്ക്. ശരി മാഡം. എന്ത് കഷ്ടമാ ഇത്! എത്ര തവണയായിട്ട് അവരെ വിളിക്കുന്നതാ. മറ്റു നടിമാർക്കില്ലാത്ത എന്ത് പ്രത്യേകതയാ അവർക്കുള്ളത്? നമ്മൾ കാണാത്തതാണോ ഇവരെയൊക്കെ? ദേഷ്യപ്പെടണ്ട, ആവശ്യം നമ്മുടെതല്ലേ. ഇനി വിളിച്ചു നോക്കുന്നതില് അർത്ഥമില്ല. നേരിട്ട് പോയി കാണാം. ശ്യാമയ്ക്ക് മുമ്പ് അവരുടെ അടുത്ത് നമ്മൾ എത്തിയിരിക്കണം. വിനയപ്രസാദിന്റെ അടുത്തേക്ക് മാത്രമല്ല, ശ്യാമയുടെ മകൾക്ക് മുമ്പിലും ശ്യാമയ്ക്ക് മുമ്പേ എത്തേണ്ടത് നമ്മളാ. രാധികേ, ഞാനിന്ന് ഇറങ്ങിക്കോട്ടെ. നാളെ ഷൂട്ടുള്ളതാണ്. ദൈവത്തെ പോലെ എന്റെ മകളെ കാത്തു രക്ഷിച്ചു. നന്ദിയുണ്ട്. രാധിക, കാലം കുറേയൊക്കെ മാറിയിട്ടുണ്ട്. എങ്കിലും സ്ത്രീകളുടെ അവസ്ഥയിൽ കാര്യമായ മുന്നേറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. ഒരു സ്ത്രീ മുന്നോട്ട് പോകുമ്പോൾ അവളെ പുറകിൽ നിന്ന് വലിക്കുന്നതും ചില സ്ത്രീകളാണ്. അത് കവർ ചെയ്യണമെങ്കിൽ തോറ്റുകൊടുക്കില്ലെന്ന് നമ്മൾ തീരുമാനിക്കണം. അതിന് നമ്മൾ സ്വയം തയ്യാറാകണം. അപ്പോ പെണ്ണ് ജയിച്ചു തുടങ്ങും.
രണ്ടുപേരുടെയും ഫോട്ടോസ് കാണാൻ എന്ത് ഭംഗിയാ. എന്തൊരു ചേർച്ച അല്ലേടാ. പിന്നെ സൂപ്പർ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് എന്റെ ചില ഫോട്ടോസ് ഉണ്ട്, അത് സൂപ്പറാ. ആ അതവര് കരുതി കൂട്ടി ഒട്ടിച്ചു വെക്കുന്നതാടാ. ആൽബത്തിലുള്ളവർക്ക് കരിങ്കണ്ട് തട്ടാതിരിക്കുക. മുത്തശ്ശി മുത്തശ്ശി കാണാനും നല്ല ഭംഗിയുണ്ട്. ചില ഫോട്ടോസിലൊക്കെ കണ്ട മുത്തശ്ശിന്ന് വിളിക്കാനേ തോന്നില്ല. ഓ, പിന്നെ 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 അങ്ങോട്ട് സോപ്പിട്ടതിനെ ഇങ്ങോട്ട് സോപ്പിട്ടില്ലെങ്കിൽ സമാധാനം കിട്ടില്ലല്ലോ. അല്ല, അത് ഏതായിരുന്നു ആ ഫോട്ടോ? ഒന്ന് പറ. മുത്തശ്ശിയെ കണ്ടപ്പോ സ്കൂളിൽ പഠിക്കുന്നത് തോന്നിയത്? ഒന്നും മിണ്ടാതിരിക്കും ബിജു. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, എന്റെയൊക്കെ പ്രായത്തില് മുത്തശ്ശി ആ നാട്ടിലെ ഏറ്റവും സുന്ദരി തന്നെ ആയിരിക്കും അല്ലേ മുത്തശ്ശി? ആ അതൊക്കെ ഒരു കാലം. അത് പറഞ്ഞപ്പോഴുള്ള നാണം കണ്ടോ? ഇങ്ങോട്ട് വാടാ, ഇവിടെ വന്നിരിക്കേ. ഇന്നലെ ആൽബം കയ്യിൽ കിട്ടിയിട്ട് മറിച്ചു നോക്കിയിട്ടില്ലല്ലോ നീ. ഞാൻ നോക്കാം മുത്തശ്ശി, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ആ എന്ത് തിരക്ക്? ഇന്ന് എന്തു പറ്റി നിനക്ക്? അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുന്നൊരു ഫോട്ടോ കണ്ടാല് അതെടുത്തതാരാ, അത് ലൈറ്റ് ചെയ്താരാന്നൊക്കെ ചോദിക്കുമല്ലോ. ഇതിപ്പോ സ്വന്തം കല്യാണത്തിന്റെ ആൽബം കാണണ്ടേ? കേട്ടോ മോളെ, കല്യാണ ആലോചനയ്ക്കായി കുറച്ച് ഫോട്ടോസ് ഇവിടെ കൊണ്ടുവന്നു. എല്ലാം നോക്കി കഴിഞ്ഞിട്ട് ബ്രോക്കറിനോട് ഇവൻ ചോദിച്ച ഒരു ചോദ്യം, ഏത് സ്റ്റുഡിയോയിലാ ഫോട്ടോ എടുത്തേന്ന്. എന്തിനാ? അയാളെ ഫോട്ടോ എടുക്കാൻ പഠിപ്പിക്കാൻ പോവാൻ. വരുണിന്റെ കണ്ണുകൾക്ക് ക്യാമറയെക്കാളും പവറുണ്ട് മുത്തശ്ശി. അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ അവൻ നിന്നെ കണ്ടെത്തിയത്. എടാ നീ നോക്കുന്നുണ്ടേ നോക്കിക്കോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. എന്താടാ ഇവന്? അയ്യോ, എനിക്കൊന്നും അറിഞ്ഞൂടോ. ഒളിച്ചു കളിയൊന്നും വേണ്ട. രണ്ടെണ്ണത്തിനെയും കൂടി പിടിച്ചിരുത്തി ഞാൻ ചോദിക്കും, കേട്ടല്ലോ? എനിക്കൊന്നും അറിഞ്ഞൂടോ മുത്തശ്ശി. മുത്തശ്ശിക്ക് ഇപ്പൊ എന്താ പ്രശ്നം? വരുൺ ആൽബം കണ്ടാ പോരെ? ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ബിജു, വരുൺ സമയമാകുമ്പോ നോയിക്കോട്ടെ, നിർബന്ധിക്കണ്ട. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പോയി വിളിച്ചിട്ട് വരാന്നേ. ആൽബം കാണിച്ചിട്ടാ കാര്യം. മോളുടെ ചേച്ചിയുടെ മുഖത്ത് എന്തൊരു ശാന്തതയല്ലേ. നല്ല ഐശ്വര്യമുള്ള കുട്ടി. പെരുമാറ്റം അത് തന്നെ. ആ കുട്ടിയെ കാണുമ്പോഴേ എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാ, പ്രിയങ്ക മോളെ പോലെ നല്ലൊരു സ്ഥലത്തേക്ക് തന്നെ ആ കുട്ടിയുടെ വിവാഹം നടക്കണമെന്ന്. പേടിക്കണ്ട. ഇനിയിപ്പൊ ആ കുട്ടിയുടെ കല്യാണം എന്ന് പറഞ്ഞാ നമ്മുടെയും കൂടി ഉത്തരവാദിത്വം അല്ലേ? നമുക്ക് നന്നായിട്ട് നടത്താം മോളെ. നീ ആൽബം എന്താ നോക്കാത്തെ? കാരണം നിനക്ക് അറിഞ്ഞൂടെ? എടാ, എന്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ ദുരന്തം അത് ഞാൻ വീണ്ടും വീണ്ടും കാണുന്നത് എന്തിനാ? അതെ,
മുത്തശ്ശിക്ക് നല്ല വിഷമമുണ്ട്. അല്ലെങ്കിൽ ഏത് നേരവും മുത്തശ്ശിയുടെ അടുത്തായിരുന്നില്ലേ? മുത്തശ്ശി എന്തു പറഞ്ഞാലും അത് നല്ല രീതിയിൽ എടുക്കുമായിരുന്നില്ലേ? അത് ശരിയാ. പക്ഷേ ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറയുന്നത് നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ നഷ്ടപ്പെടുത്തുന്നത് എന്റെ ജീവിതമായിരിക്കും. എനിക്ക് ഈ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല, ആർക്കും ഒന്നും മനസ്സിലാവില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്കാർക്കും ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അത്രയ്ക്ക് ഭംഗിയായിട്ട് നിങ്ങളുടെയൊക്കെ മുമ്പിൽ അഭിനയിക്കുന്നുണ്ടല്ലോ. ഒട്ടും മനസ്സിലാകാത്ത കാര്യത്തിന് ഞാൻ തലപുകച്ചിട്ടെന്താ? ഒരു കാര്യം ചെയ്യാം, മുത്തശ്ശിയെ വിഷമിപ്പിക്കാതിരിക്കാനെങ്കിലും കുറച്ചു നേരം മുത്തശ്ശിയുടെ അടുത്ത് വന്നിരിക്കേ, കുറച്ച് സംസാരിക്കേ. വേണ്ടടാ. വരുൺ എപ്പോഴും പറയാറില്ലേ ഏറ്റവും നല്ല ചങ്ങാതി മുത്തശ്ശിയാണെന്ന്. വരുൺ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ മുത്തശ്ശിക്ക് അത് സഹിക്കാൻ പറ്റുമോ? ഞാൻ എന്ത് തെറ്റാടാ അവനോട് ചെയ്തതെന്നൊക്കെ എന്നോട് മുത്തശ്ശി ചോദിച്ചു. മുത്തശ്ശിയെ കൊണ്ട് അങ്ങനെ ചോദിപ്പിക്കാൻ പാടുണ്ടോ? ഇന്നലെ രാത്രി മുത്തശ്ശി തനിച്ചിരിക്കുന്നതും കണ്ണു തുടയ്ക്കുന്നതുമൊക്കെ ഞാൻ കണ്ടു. പിന്നെ എന്തോ സങ്കടം ഉള്ളിൽ തട്ടിയിട്ടുണ്ട്. ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഇഷ്ടമില്ലെങ്കിലും മുത്തശ്ശിയെ ബോധിപ്പിക്കാനെങ്കിലും നീ വന്ന ആ ആൽബം ഒന്ന് കാണ്. ആ ശരി, വാ. മുത്തശ്ശി, ആൽബം നോക്കാൻ മണവാള എഴുന്നള്ളുന്നുണ്ടേ. വാ വാ ഇങ്ങോട്ട്. വിദേശത്തുള്ള ഏതോ ഒരു കൂട്ടുകാരൻ്റെ പ്രശ്നത്തിൽ നല്ല ടെൻഷനിലായിരുന്നു. ഞാൻ പിടിച്ച പിടിയാലെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നീ എന്തിനാ അങ്ങനെ ചെയ്തേ? താല്പര്യമുള്ളവരാണെങ്കിൽ വന്ന് കാണട്ടെ. നമ്മൾ എന്തിനാ മറ്റുള്ളവരെ നിർബന്ധിക്കുന്നേ? ആ വേണമെങ്കിലേ മുത്തശ്ശി, അവനെ വലിയൊരു കൺഫ്യൂഷനിലായിരുന്നു. അതൊന്ന് തീർത്തു കൊടുക്കാതെ എനിക്ക് ഒരു സമാധാനമില്ലായിരുന്നു. കൺഫ്യൂഷൻ സുഹൃത്തുക്കളുടെ ജീവിതത്തിലായാലും എൻ്റെ ജീവിതത്തിലായാലും അത് പരിഹരിക്കാതെ എനിക്ക് ഉറക്കം കിട്ടില്ല. ആ എന്നാ ഇത് നോക്ക്. പണ്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നോ, രാധാകൃഷ്ണന്മാരെ പോലെ ചേർച്ചയുണ്ടാവണം നീയും നിന്റെ ഭാര്യയും തമ്മിലെന്ന്? ദൈവം അത് തന്നെ സാധിച്ചു തന്നു. നോക്ക്, എന്തൊരു ഐശ്വര്യ. അയ്യോ സോറി. സോറി, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എവിടെ പോകുന്നു? ഇത് നോക്കി തീർന്നില്ലല്ലോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇനി ഇത് നോക്കി തീർക്കാതെ പോയാ ശരിക്കും ഞാൻ പിണങ്ങും കേട്ടോ. പിന്നെ ജീവിതത്തില ഞാൻ മിണ്ടിയില്ലാന്ന് വരും. അല്ല മുത്തശ്ശി, പിണങ്ങണ്ട, നമുക്കത് നോക്കി തീർക്കാം.
എന്താ മോളെ, ആൽബൊക്കെ നോക്കി കഴിഞ്ഞോ? ഇല്ലമ്മേ, വരുണും ബിജുവും മുത്തശ്ശിയും കൂടി നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ മോളെന്തിനാ ഇങ്ങോട്ട് പോന്നേ? അത് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ. വരുണിന് ചായ വേണമെന്ന് പറഞ്ഞു. എന്നാ മോള് പോയി കൂടെ ഇരുന്നോ, ചായ അമ്മ ഇട്ടോണ്ട് വരാം. അയ്യോ വേണ്ടമ്മേ, എന്നോട് ഇട്ടോണ്ട് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. ഓ, അപ്പൊ ചായയുടെ കാര്യത്തിലും വീതം വെപ്പൊക്കെ തുടങ്ങിയല്ലേ? എന്നാ ഇട്ടോ. അമ്മേ, വാമോനെ, എന്താടാ? ഏയ് ഒന്നുമില്ല, ഞാനേ ഇയാളിവിടെ ഉണ്ടോന്ന് നോക്കായിരുന്നു. ആ, മോള് നിനക്ക് ചായ ഇടാൻ പോവാ. ഏ അല്ല, എനിക്ക് ഈ നേരത്ത് ചായ ശീലമൊന്നുമില്ലല്ലോ. ആ, അത് കൊള്ളാം. ചായ വേണോന്നും അത് പ്രിയങ്കയുടെ കൈകൊണ്ട് തന്നെ ഇടണോന്നും നീയല്ലേ പറഞ്ഞത്? മോളെന്നോട് പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞോ? ആ, പിന്നെ പ്രിയങ്ക മോളോട് രഹസ്യം പറയുന്നത് സൂക്ഷിച്ചു വേണം. എന്തുണ്ടെങ്കിലും അവൾ എന്നോട് പറയും. ആ, ഇനി രണ്ടാളും കൂടി ചായ ഇടോ കുടിക്കോ എന്താന്ന് വെച്ചാ അയക്കോ. ഞാൻ പോവാ. അമ്മേ, നിക്ക്. എന്താടാ ഇത്? അതെ, ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇതിന്റെ കാര്യം അമ്മേ, ഒന്ന് പോടാ. താനെന്തിനാ അമ്മയോട് കള്ളം പറഞ്ഞു? അത് ചായ ഇട്ട് തരാന്ന് കരുതി. അമ്മ ചോദിച്ചപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ വേറെ ഉദ്ദേശമൊന്നുമില്ലല്ലോ അടുക്കളയിലേക്ക് കയറി വന്നാല്. എന്തുദ്ദേശം? വരുൺ എന്താ ചോദിക്കുന്നേ? ദേ, അമ്മയുടെയും മുത്തശ്ശിയുടെ ഒക്കെ മുമ്പില് നിഷ്കളങ്കത അഭിനയിച്ചോളൂ. പക്ഷേ എന്റെ മുന്നിലത് വേണ്ട, മനസ്സിലായോ? കുറച്ചു കാലത്തേക്ക് എല്ലാവരും വിഡ്ഢികളാക്കാം, പക്ഷെ എല്ലാ കാലവും ആരെയും വിഡ്ഢികളാക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും അച്ഛൻ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. അച്ഛനല്ലേ മക്കളോട് വാത്സല്യത്തിൽ സംസാരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ മറന്നു പോയതായിരിക്കും. പക്ഷെ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലൊന്ന് കുറിച്ചു വെച്ചോ, ഉപകാരപ്പെടും പിന്നീട്. ഞാൻ അങ്ങോട്ട് പോവാ. ആ, ഒന്ന് നിന്നേ. എന്താ? എന്താ തന്റെ കയ്യില്? ഒന്നുമില്ല. വെക്കോ. ഓ